ഹായ് എവരിവൺ, ഐ എം ഡോക്ടർ ഫർസാന. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നെല്ലിക്കയുടെ കുറച്ച് ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ചെറുപ്പകാലങ്ങളിലെല്ലാം നമ്മൾ കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഫലമായിരിക്കാം നെല്ലിക്ക. പക്ഷേ നമ്മൾ വലുതാവും തോറും അതിനോടുള്ള ഒരു ഇഷ്ടം കുറയുകയും പിന്നെ അത് അവഗണിച്ച് കാണിക്കുകയുമാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാഞ്ഞിട്ടായിരിക്കാം. പക്ഷെ നമ്മൾ തീർച്ചയായും അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെന്ന്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനും അതുവഴി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സീസണൽ ഫ്ലൂ ഇൻഫെക്ഷൻസ് എല്ലാം മുക്തി നേടാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാൻ, നമ്മുടെ ഇൻഡൈജഷൻ, ഇടയ്ക്കിടയ്ക്ക് വയറ് തീർക്കുക, ദഹനക്കുറവുണ്ടാവുക, നെഞ്ചരിച്ചിലുണ്ടാവുന്ന ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ സ്കിന്നിലാണെങ്കിൽ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുകയും അതുവഴി നമ്മുടെ സ്കിൻ എപ്പോഴും ടൈറ്റായിട്ടും യങ്ങായിട്ട് ഇരിക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മുടിയിലാണെങ്കിൽ മുടിയുടെ ആ ഒരു തിക്നെസ്സും കറുപ്പ് നിറമൊക്കെ കീപ്പ് ചെയ്യാൻ, അത് പെട്ടെന്നുണ്ടാവുന്ന നിര അതെല്ലാം തടയാനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു ആംല ഓയിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനാണെങ്കിൽ അവരുടെ ആ ഒരു ഷുഗർ ലെവൽ റെഡ്യൂസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ആ ഒരു ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും പാൻക്രിയാസിൻ്റെ ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യാനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് ഒരു ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെയുള്ളത് നമ്മുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും പിന്നെ അതുപോലെ തന്നെ ഒരു വിറ്റാമിൻ സിയുടെ അബ്സോർപ്ഷനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി ഹാർട്ടിലാണെങ്കിൽ നമ്മളിതൊരു നാച്ചുറൽ ടോണിക്കായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL പ്രൊഡക്ഷൻ അവിടെ കുറയ്ക്കുകയും HDL പ്രൊഡക്ഷൻ കൂട്ടാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പം അതുവഴി രക്തക്കുഴലുകൾ ഉണ്ടാകുന്ന ആ ഒരു ക്ലോട്ട്സ് ഫോർമേഷൻ ഇത് തടയുകയും ഹാർട്ട് അറ്റാക്ക് റേറ്റ്സ് നമുക്ക് കുറച്ച് കൊണ്ടുവരാനും ഇത് വളരെയധികം സഹായിക്കും. പിന്നെ അതുപോലെ ഇതൊരു ഡീടോക്സിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസും ടോക്സിൻസിനും ഒക്കെ റിമൂവ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി നമ്മുടെ ആ ഒരു മെറ്റബോളിക് ആക്ടിവിറ്റി നല്ല രീതിയിൽ നടക്കുകയും നമ്മുടെ ബോഡി എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കുകയും നമുക്ക് വർക്കെല്ലാം ചെയ്യുമ്പോൾ ഒരു ലേസിനെസ്സോ ക്ഷീണമൊന്നും ഇല്ലാതെ ചെയ്യാനും സഹായിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ നെല്ലിക്കയ്ക്കുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മൾ നമ്മുടെ ആ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ തീർച്ചയായും നെല്ലിക്കയെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ കഴിക്കുക എങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊന്നെങ്കിൽ ഹോളായിട്ട് ഒരു നെല്ലിക്ക ദിവസം അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒരുപാട് കഴിക്കുന്ന എല്ലതും നല്ലതല്ല. ഒരെണ്ണം വെച്ചിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക എടുത്ത് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് ജ്യൂസാക്കി എടുക്കുക. എന്നതിന് ശേഷം ഒരു ടീസ്പൂൺ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ഒരു നേരം കഴിക്കാവുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവരും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് ഉൾപ്പെടുത്തി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കാണാവുന്നതാണ്. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.